യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 പ്രധാനപ്പെട്ട ഓർക്കിഡ് ഫാമിലേക്കാണ്. അടിപൊളി ഓർക്കിഡ് ഫാമുകൾ. അതിൽ ഇരിങ്ങാലക്കുട അടുത്തുള്ള ഔട്ടത്തൂരിലുള്ള ഒരു ഫാമുണ്ട്, അതുപോലെ കുന്നംകുളത്തുള്ള ഒരു ഫാമുണ്ട്, പിന്നെ കോട്ടയ്ക്കൽ അടുത്തുള്ള ഒരു ഫാമുണ്ട്, പിന്നെ ചിറ്റണ്ട വടക്കാഞ്ചേരി അടുത്തുള്ള ഒരു ഫാമുമുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് അവിടുത്തെ ഫോൺ നമ്പറും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 അടിപൊളി ഓർക്കിഡ് ഫാമുകൾ നമുക്ക് കാണാം. അതിൽ 3 ഓർക്കിഡുമാണ്, ഒരു ഫാം ഗ്രൗണ്ട് ഓർക്കിഡുമാണ്. അപ്പം നമുക്ക് കാണാനും പർച്ചേസ് ചെയ്യാനുമായിട്ടുള്ള ഇൻഫർമേഷനെല്ലാം അടങ്ങിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓർക്കിഡ്സ് നമ്മുടെ ഈ തൃശ്ശൂർ കുന്നംകുളം റൂട്ടിലാണ്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പുതുശ്ശേരിയാണ് സ്റ്റോപ്പ് വരുന്നത്. ഹൈലൈറ്റ് മാളിന്റെ തൊട്ടടുത്തായിട്ട് വരും. ഹൈലൈറ്റ് മാളിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് വരും. ഞാനിവിടെ മെയിനായിട്ട് ഓർക്കിഡ്സ് ആണ് ഉള്ളത്. കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സും ഉണ്ട്. അതിൽ മെയിനായിട്ട് ചെയ്യുന്നത് ഡെൻഡ്രോബിയാണ്. എല്ലാവർക്കും ഇവിടെ ഡിമാൻഡ് കൂടുതലും ഡെൻഡ്രോബിയം തന്നെയാണ്. പിന്നെ ഫെലനോപ്സിസിന്റെ സീസൺ ആവുമ്പോൾ അത് കുറച്ചധികം വെക്കും. ഇവിടെ വന്നതുള്ള സെയിലാണോ അതോ ഓൺലൈൻ സെയിലും ഉണ്ടോ? രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ സെയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിൽ കുറെ നമ്മൾ ചട്ടിയിൽ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ കെയറിങ്ങും കഴിഞ്ഞ് അത് കൊണ്ടുവയ്ക്കേ വേണ്ടു. അതിന് വാട്ടർ ചെയ്യുക അത്ര മാത്രമേ ചെയ്യണ്ടൂ. അപ്പൊ അതിന്റെ എല്ലാ കെയറിങ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അത് അങ്ങനെ കൊണ്ടുവയ്ക്കാറുണ്ട്. അത് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല. അത് ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ചെടികളും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് അത് നോക്കിയെടുക്കാവുന്നതാണ്. അത് ഇവിടെ വന്നെടുക്കണം. ബാക്കി നമുക്ക് സീഡ്ലിങ്സ് ആയാലും ഒരുവിധം വലിയ പ്ലാന്റുകൾ, നിയർ ബ്ലൂമിങ് വലിയ പ്ലാന്റുകൾ തന്നെ നമുക്കത് ഓൺലൈൻ ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ. നമുക്ക് ഓരോ ഐറ്റം ഒന്ന് പരിചയപ്പെട്ടാലോ ചേച്ചി? പരിചയപ്പെട്ടു. റൂബിയത്തിന്റെ ആണ്. ഇതൊക്കെ നോർമൽ വെറൈറ്റീസ് ആണ്. പിങ്ക് അത്രേ ഉള്ളൂ. ഇത് എല്ലായിടത്തും കാണുന്ന ഒരു വെറൈറ്റി ആണ്. എല്ലായിടത്തും കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അതെ, പക്ഷെ നല്ല ഭംഗിയുള്ള പൂവാണല്ലേ ഈ ബൊക്കയിലൊക്കെ കാണുന്നത്. ഓർക്കിഡ് എല്ലാം നല്ല ഭംഗിയുള്ളത്. അതില് ചിലവർക്ക് ചില വെറൈറ്റിനോട് കുറെ ഇഷ്ടം ഉണ്ടായിരിക്കും. ഇതൊരു ആന്റിലോപ്പാണ്. ഇതെന്ന് വെച്ചാൽ ഉണ്ടായി കഴിഞ്ഞ പൂക്കൾ ഒരു 4 മാസം, ഇപ്പൊ ഇത് 4 മാസം കഴിഞ്ഞ് ഉണ്ടായിട്ട്. അപ്പൊ ഇതില് ഈ ഒരു ഷൂട്ടില് 5 ബഡ് ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ഷൂട്ട് വന്നു. അതിലൊരു 7 സ്പൈക്കാണ് അടുത്തത് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് കൊഴിഞ്ഞു പോകുമ്പോഴേക്കും അടുത്തത് വിരിയും. ഇതിലെപ്പോഴും എല്ലാ ടൈമും ഇതിൽ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും. സീസൺ ഒന്നും പ്രശ്നമല്ല. ഏത് സീസണിലും ഫുൾ ഫ്ലവർ ആയിരിക്കും ഇതിൽ. അതുകൊണ്ട് ഇതിന് കുറച്ച് ഡിമാൻഡ് ഉള്ളതാണ്. ആന്റിലോപ്പ് ഐറ്റം ആണ്. ബ്രൗണി ടിസ്റ്റ് എന്ന് പറയും. ഇതിന് നമുക്ക് ചെറിയ തൈകളും കൊടുക്കാനുണ്ടല്ലേ? ഇതിന്റെ ചെറിയ തൈകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ലെമൺ സ്പ്ലാഷ്, ഇതില് യെല്ലോ സ്പ്ലാഷ് ഉണ്ട്, ലെമൺ സ്പ്ലാഷ് ഉണ്ട്. രണ്ടിനും ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്. എല്ലാം നല്ലപോലെ ഫ്ലവർ ചെയ്യണതാ. ഇപ്പൊ സീസൺ അല്ലെങ്കിൽ കൂടി ഇതിലൊക്കെ ബഡ് വന്നിരിക്കുന്നുണ്ടോ. ചെറിയ പൂവാണെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. അല്ല, ഇത് ശരിക്കും വലുതായിട്ട് വരും. ഇത് സ്റ്റാർട്ടിംഗ് ഫ്ലവർ അതുകൊണ്ടാണ്. ഇത് വലിയ പ്ലാന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ബഡുകൾ വരും. ഫ്ലവർ ഒക്കെ കുറച്ചും കൂടി നല്ല വലുപ്പമുള്ള ഫ്ലവർ ആയി മാറും. ഇത് നിറയെ വരും. ഇത് കുറച്ച് വിരിയുമ്പോ ഇപ്പൊ സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഇവർ ഇത്രയും ചെറുതായി നിൽക്കുന്നത്. ഇതിലെല്ലാത്തിലും എല്ലാ ഷൂട്ടിലും നിറയെ ബഡ് വരുമ്പോ, നിറച്ച് സ്പൈക്ക് വരുമ്പോ നല്ല ഭംഗിയായിട്ട്. ബ്രൗൺ ട്വിസ്റ്റ് ആണ്. പ്ലാന്റ് തന്നെ കണ്ടോ, നല്ല വലുപ്പമുള്ള പ്ലാന്റാ. മദർ പ്ലാന്റ് ആണ് ഇതൊക്കെ. ഇതിനും ഡിമാൻഡ് ഉണ്ട് കേട്ടോ. മദർ പ്ലാന്റുകൾ ചോദിച്ചു വരാറുണ്ട്. അതും ഇവിടെ കൊടുക്കാറുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകൾ കൊടുക്കാറുണ്ട്. ഇത് ബ്രൗൺ ട്വിസ്റ്റ്, ഒരു ട്വിസ്റ്റ് വെറൈറ്റിയാണ്. ഇത് ഡെൻഡ്രോബിയം വൈറ്റ്. ഇത് വലിയ പ്ലാന്റ് ആവുന്നതനുസരിച്ച് ഇപ്പൊ ഇതിന്റെ ബഡുകൾ എണ്ണം കൂടിയാണ്. സ്പൈക്കുകൾ എത്ര 1, 2, 3, 4 എണ്ണം വന്നിട്ടുണ്ട്. ഇനിയും ഇതിന്റെ ഇടയിൽ നിന്നൊക്കെയും വരും. സീസണിന്റെ ടൈമിലാണെങ്കിൽ ഇത് ഫുൾ ഫ്ലവർ ആയിരിക്കും. ഓർക്കിഡുകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ അടുത്തുള്ള പുത്തനത്താടിയിലുള്ള ഒരു ഓർക്കിഡ് നഴ്സറിയിലേക്കാണ്. ഈ നഴ്സറിയുടെ പേര് അഗ്രിബിസ് എന്നാണ്. ഓർക്കിഡുകളുടെ വളരെ വിശാലമായ ഒരു ഗാർഡനിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വപ്നതുല്യമായ ഈ ഗാർഡനിൽ എവിടെ നോക്കിയാലും വർണ്ണങ്ങൾ വാരി വിതറിയതുപോലുള്ള ഓർക്കിഡുകളുടെ കൂട്ടമാണ് കാണപ്പെടുന്നത്. അതിശയകരമായ ഈ ഗാർഡൻ ഒരിക്കലെങ്കിലും കാണേണ്ടത് തന്നെയാണ്. ഓർക്കിഡുകളുടെ ഒരു അത്ഭുത ലോകത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എവിടെ നോക്കിയാലും വിവിധ വർണ്ണങ്ങളിലുള്ള ഓർക്കിഡുകൾ നിരനിരയായി നിൽക്കുന്നത് നമ്മളെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും. ഓൺലൈനായും അതുപോലെ ഇവിടെ വന്നും വേണമെങ്കിൽ നമുക്ക് ഓർക്കിഡുകൾ കളക്ട് ചെയ്യാം. അവരുടെ വെബ്സൈറ്റിലും വാട്സപ്പിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കിഡുകൾ ഓൺലൈനായി ഇന്ത്യയിലെവിടെയും ലഭിക്കുന്നതാണ്. ഈ ഗാർഡൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. കോട്ടക്കല്ലടുത്ത് രണ്ടത്താണി പറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പർ പ്ലേസ് വരുന്നത്. രണ്ടത്താണി അല്ലേ? അതെ. ഇത് ഹൈവേന്ന് കുറേ അടുത്താണല്ലേ? ഹൈവേന്ന് ഏകദേശം 500 മീറ്ററോളം. 500 മീറ്റർ താഴെയുള്ളൂ. ഞാൻ വന്നപ്പോൾ തന്നെ തോന്നി.
ഓക്കെ, ഈ സ്ഥലത്തിൻ്റെ പേര് എന്താ ചേട്ടാ പറയുന്നത്? ഈ കറക്റ്റ് ലൊക്കേഷൻ പൂവഞ്ചിന. പൂവഞ്ചിന അല്ലേ? ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ബിസിനസ്? ഓൺലൈനാണോ അതോ ഇവിടെ നേരിട്ട് വന്ന് കളക്ട് ചെയ്യാണോ? നേരിട്ട് വന്ന് എടുക്കാറുണ്ട്, കൂടുതലും ഓൺലൈനായിട്ടാണ്. അതെ, കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. അതെ അതെ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഓരോ വെറൈറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരുമോ ചേട്ടാ? ഓക്കെ ചേട്ടാ, ഇതേതാ വെറൈറ്റി? ഇത് വരുന്നത് ഓർക്കിഡ് വെറൈറ്റിയിലെ ഫെലനോപ്സിസ് പറഞ്ഞ റേറ്റ് ആണ്. ഇതിൽ ഏകദേശം ഇപ്പോൾ നമ്മളെടുത്ത് 10-20ഓളം കളേഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളതാണല്ലേ? എല്ലാ ഫ്ലവറിങ്ങോട് കൂടി. അതെ അല്ലേ, ഫ്ലവറും കൂടി കൂടിയിട്ടാണല്ലേ? ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. അതെ അതെ അതെ. ഇത് ഏകദേശം ഫ്ലവർ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 to 6 മാസത്തോളം അതുപോലെ ലാസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് അല്ലേ? ഒരുപാട് ഒരേ കളർ തന്നെ. അതെ അതെ. ഇതിന്റെ സീഡ്ലിങ്സും അവൈലബിൾ ആണ്. അതെ അല്ലേ? ഇതിന്റെ ചെറിയ തൈയും നമ്മൾ കൊടുക്കും അല്ലേ? അതെ അതെ അതെ. ഫ്ലവർ ഉള്ളതും കൊടുക്കും. ഫ്ലവർ ഉള്ളതും കൊടുക്കും. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് അവർ വാട്സപ്പിലാണോ അതോ വെബ്സൈറ്റ് ആണോ? വെബ്സൈറ്റ് ഉണ്ട്, വാട്സപ്പും ഉണ്ട്. ഓക്കെ. ഈ വെറൈറ്റിക്ക് എന്താ പറയണ ചേട്ടാ പേര്? ഈ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫെലനോപ്സിൽ തന്നെ പപ്പയാഗോ ബ്യൂന. ഇത് വരുന്നത് ബ്യൂന എന്നുള്ള ബ്രാൻഡാണ്. അതെ. ഇത് വരുന്നത് പപ്പയാഗോ. പപ്പയാഗോ അല്ലേ? ഓക്കെ. ഓരോന്ന് കളേഴ്സിനനുസരിച്ച് ഡിഫറൻസ് പേരുകളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വരുമ്പോൾ വേറെ പേരാണ്, ഇച്ചസ്. ഓരോന്നിനും ഓരോ പേരും ഓരോ കളറും കളേഴ്സിനനുസരിച്ച് വ്യത്യാസങ്ങൾ പേരുകൾ. ഓക്കെ. ഇതേതാ വെറൈറ്റി ചേട്ടാ? ഇതിന്റെ പേര് കൂടുതലും വെള്ളയാണ്, കുറച്ച് പൊട്ട് മാത്രമേ ഉള്ളൂ. അതെ, നല്ല ഭംഗിയുണ്ട്. ഈ വെറൈറ്റി ഏതാ ചേട്ടാ? ഇത് വരുന്നത് ഹാപ്പി അവർ. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. മിനിയേച്ചർ ടൈപ്പ്. പൂക്കള് ചെറുതായിരിക്കും, കൊലകുത്തി പെട്ടെന്ന് ഫ്ലവർ വരും. ഒരുപാട് ഫ്ലവർ ഉണ്ടാവും. ഒരുപാട് ഫ്ലവർ ചെറുതായിരിക്കും. മിനിയേച്ചർ. ഓക്കെ. ഇതിന്റെ വെറൈറ്റി എങ്ങനെയാ പറയണേടാ? ഇതിന്റെ പേരാണ്, പേര് ഹാപ്പി അവർ. ഹാപ്പി അവർ അല്ലേ? ഹാപ്പി അവർ. അതെ. ഓക്കെ. ഇത് വരുന്നത് ഒരു മിനിയേച്ചർ ടൈപ്പ് തന്നെയാണ്. ഇത് വരുന്നത് സ്വീറ്റ് ഹാർട്ട് അല്ലേ? ഇത് സ്വീറ്റ് ഹാർട്ട്, മറ്റേത് ഹാപ്പി അവർ അല്ലേ? ഇതൊക്കെ മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന പ്ലാന്റുകളാണ്. ഓക്കെ. മിനിയേച്ചർ ആണെങ്കിൽ കൂടുതൽ പൂക്കളും ഉണ്ട്. അതെ, കൂടുതൽ പൂക്കളും ഉണ്ടാവും. പെട്ടെന്ന് ഫ്ലവർ. നമുക്ക് ഇത് അത്രത്തോളം ലാസ്റ്റിംഗ് ഉണ്ടാവില്ല, എങ്കിലും പെട്ടെന്ന് ഫ്ലവർ വന്നുകൊണ്ടിരിക്കും. ഓക്കെ. ഇത് നമുക്ക് കുറെ കളക്ഷൻ ഉണ്ട് അല്ലേ? അതെ. ഒരുമിച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ? അത് പറയട്ടെ. ഇത് വരുന്നത് ഡാഡിപ്പർ വേറൊരു വെറൈറ്റി. ഇത് നല്ല പൂവാണല്ലേ? ഉള്ളില് നല്ല വയലറ്റ് കളറാണ്, ഷെയ്ഡോട് കൂടി. പ്രാവിന്റെ ഒരു ഷേപ്പും. അതെ. ഇത് നമുക്ക് കുറച്ച് കളക്ഷൻ ഉണ്ട് അല്ലേ? അതെ. ഇതിനെങ്ങനെയാ വളപ്രയോഗവും പരിചരണവും ഒക്കെ എങ്ങനെയാ? നമ്മൾ ഫംഗസ് അങ്ങനെ ആന്റി ഫംഗലൊക്കെ അടിക്കേണ്ടിയൊക്കെ വരുമോ? ഇതിന് എല്ലാ ഫെർട്ടിലൈസർ, വാട്ടർ ലിക്വിഡ് ആയിട്ടുള്ള അതെല്ലാം കൊടുക്കണം അല്ലേ? കൊടുക്കണം. നല്ല പരിചരണം വേണം. വെള്ളം നനയ്ക്കല് എല്ലാ ദിവസവും നനയ്ക്കുകയും വേണം അല്ലേ? നനയ്ക്കല് കൂടുതൽ ഡ്രൈ ആവാതെ സൂക്ഷിച്ചാൽ, കൂടുതൽ നനച്ചാൽ ഒരുപാട് ചീച്ചിൽ വരുന്ന പ്ലാന്റുകളാണ്. ഇപ്പൊ ഈ ചൂടായതുകൊണ്ട് നമുക്ക് ദിവസവും നനയ്ക്കണം അല്ലേ? ദിവസം നനയ്ക്കണം. എന്നാലും നീർവാർച്ച നോക്കുകയും വേണം. അതെ. കൂടുതൽ വാട്ടർ കണ്ടന്റ് വന്നിട്ടുണ്ടെങ്കിൽ ചീച്ചിൽ വരാൻ സാധ്യത. അതെ അതെ അതെ. വളം എന്ന് പറയുമ്പോൾ നമ്മൾ NPK അങ്ങനെയൊക്കെയാണ്. NPK. ആന്റി ഫംഗലായിട്ട് നമ്മൾ എന്താ കൊടുക്കുക? ഫംഗിസൈഡ് കൊടുക്കോ? അതെ. ഇതേതാ? ഇത് നല്ല, ഇത് നേരത്തെ കാണിച്ചതുപോലത്തെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. പിക്സി പറഞ്ഞ ഒരു വെറൈറ്റി ആണ്. ഫ്രൈഡേ ഫ്ലിർട്ട് അല്ലേ? ഇത് ഫിക്സി. ഇതും ഫ്രൈഡേ. ഇത് ഫ്രൈഡേ ഫിക്സി. ഇപ്പറ കാണുന്നു. ഫിക്സിയും ഫെഡറബെൽറ്റും ഏകദേശം ഒരുപോലെയാണല്ലേ? ഒരുപോലെ സെയിം ആണ്. ഒന്ന് ലൈറ്റ് കളർ. അതെ അതെ. ഓക്കെ. ഇത് യെല്ലോ കളറിൽ വരുന്ന മിറാഫ്ലോർ ആണ്. അതെ അല്ലേ? ഇത് മിനിയേച്ചർ ആണോ? അല്ല, ഇത് വലിയ പൂ തന്നെയാണല്ലേ? ഇതിനിയോ വലുതാവും. അതെ അല്ലേ? വിരിഞ്ഞാൽ ഇതെല്ലാം 6 മാസം നിൽക്കൂലേ? അതെ. ഓക്കെ ഓക്കെ.
നേരത്തെ കണ്ട വെറൈറ്റി. അതെ അതെടാ. ഇത് വരുന്ന മിഡ് സമ്മർ നൈറ്റ്. ഓ ഇത് വലിയ പൂക്കളോട് കൂടി. ഓ വലിയ പൂക്കൾ തന്നെയാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ് അല്ലേ? അതെ അതെ. ഓർക്കിഡിന്റെ ഓരോ വെറൈറ്റി നോക്കിയാലോ? അത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ആളുകൾ ഇത് കണ്ട് കണ്ട് ഇപ്പൊ മടുത്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ഇതൊക്കെ ഇപ്പൊ വേന്റെ കളക്ഷനാണ്. ഈ ഇരിക്കണത് ഫുള്ള് വേണ്ടയാ. ആദ്യം ഈ സ്ഥലത്ത് ഫുള്ള് മൊക്കാറിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനത് വേന്റെ പൊട്ടിയില് വെച്ചപ്പോ അതിനൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി. അപ്പൊ എന്നാ പിന്നെ വേണ്ടകളാവട്ടെ കളക്ഷൻ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഫ്രീക്വന്റ് ബ്ലൂമിങ് വേണ്ടകളാണ്. ആ യെല്ലോ വേണ്ടയല്ല, യെല്ലോ മൊക്കാറിയ. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഓരോ തരം വേണ്ടകളാണ്. ഇതിനൊക്കെ പ്രത്യേകിച്ച് പേരുണ്ടോ അതോ? പേരുണ്ട്, എനിക്കിപ്പോ പെട്ടെന്ന് മറവി ഉണ്ട്. ഇത് മിക്കാസ പിങ്ക്, അത് മിക്കാസ ബ്ലൂ, ഇത് നല്ല ഭംഗിയുള്ള പൂവ്. അത് ജൈറാക്ക് ഓറഞ്ച്. ജൈറാക്ക് ഓറഞ്ച്. ഇതൊക്കെ എത്ര വർഷം പ്രായമുള്ള ചെടിയായിരിക്കും ഇതൊക്കെ ഏകദേശം? ഇതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബ്ലൂമിങ് ആയിട്ട് ഇപ്പൊ ഒരു 1.5 വർഷമൊക്കെ ആയിട്ട് ഉണ്ടാവണം. ചിലതൊക്കെ എനിക്ക് ഫ്രഷ് കിട്ടിയതുണ്ട്. ഇതൊക്കെ ഫ്രീക്വന്റ് ബ്ലൂമിങ്. ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്നും ഫ്ലവർ വരും. അങ്ങനത്തെ ഇതിന്റെ പേര് സൺഷൈൻ, സുസ്മാരൻ സൺഷൈൻ എന്നങ്ങണ്ട. ഈ തൈലൻഡ് പേരൊക്കെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ുള്ളതായിരുന്നു. ഇപ്പൊ പൂവ് ആടിയിട്ടതിന്റെ ജുവലറാക്കെന്ന് പറയാം. ഇത്തിരി കോസ്റ്റ്ലി ആണോ? ഇത്തിരി കോസ്റ്റ്ലി. ഇതൊക്കെ ഇങ്ങനെ സീസൺ അല്ലല്ല, ഇതിന് സീസൺ ഇല്ല. ഇതൊക്കെ ഒരുവിധം ഫ്രീക്വന്റ് ഒരു പൂ കഴിയുമ്പോഴേക്കും അടുത്ത പൂവ്. ഇതൊക്കെ ഭയങ്കര എന്തെന്ന് പറയണ്ട ഫാസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാ. റെഡ് ആൻഡ് പിങ്ക് എന്ന് പറയും. റെഡ് ആൻഡ് പിങ്ക് നല്ല ഭംഗിയുണ്ട്. അതന്നെ. ഇത് വൈറ്റ് ഡയമണ്ട്. ഇത് എനിക്കറിയില്ല ഫ്രീക്വന്റ് ആണോ എന്ന്, കാരണം ഞാൻ അധികം നാളായിട്ടില്ല. നമുക്ക് കയ്യിലിരുന്ന് ഫ്രീക്വന്റ് എനിക്ക് കൺഫേം ആണെങ്കിൽ മാത്രമേ ഞാനത് പറയുള്ളൂ. ഇതിന്റെ പേര് ഡോണ്ടം കളർഫുൾ എന്തോ ഒരു, നമുക്കത് പറയാൻ തന്നെ കിട്ടില്ല. ഒക്കെ തൈലൻഡ് ഭാഷകളൊക്കെ നമുക്കത് ഭയങ്കര പാടാ പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ. പക്ഷെ ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്, അത്രേ അറിയുള്ളൂ. ഈ റെഡ് ഇത് ഇനി പേരില്ല, ഒരു നമ്പറാണ് അത്. 565 എപ്പോഴും ഫ്രീക്വന്റ് ബ്ലൂമിങ് ആണ്. 565 അതന്നെ. അതൊക്കെ എപ്പോഴും പൂവുണ്ടായി. അതുപോലെ ഇത് ഓറഞ്ച്, ഇതും ഭംഗിയുണ്ട്. അത് പെഗ്ഗി ഫൂ എന്ന് പറയാം. ഈ യെല്ലോ ഇതും ഫ്രീക്വന്റ് തന്നെയത്. അതിനെ പറയുന്നത് കുൽത്താന ഗോൾഡ്. അതിന്റെ മുന്നില് ലിയോപോഡ് കുൽത്താന ഗോൾഡ് അതൊക്കെ ഭയങ്കര പാടത് പറയാനായിട്ട്. പക്ഷെ ഇത് നല്ല ഒരു പൂവില് വേറെ എന്തൊക്കെയോ ഒരു വേന്റെ മൊത്തത്തില് കാണാൻ ഭംഗിയാ. വലിയ പൂവ്, ഭയങ്കര കളർ ഷെയ്ഡുകള്, വളരെയധികം ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്നാ വേണ്ട കളക്ഷൻ ഇരിക്കട്ടെ. ഇതാണ് റെഡ് എന്ന് പറയും. റെഡ് ഭയങ്കര കടുത്ത റെഡാ, ഫ്രീക്വന്റ് ബ്ലൂമിങ്. ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്നും ഇത് ഫ്ലവർ വരും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് ഇതുണ്ട്, അമിക്കാസ ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്. അങ്ങനെ ഫ്രീക്വന്റ് ഓരോ ലീഫിൽ നിന്നും ഫ്ലവർ വരുന്ന ഒരുപാട് വേണ്ടകള് ഇതിലുണ്ട്. അത് 4 ദിവസം കഴിയണം ആ കളറിലേക്ക് വരണം. വിരിയുമ്പം ലൈറ്റ് കളറാണ്. പിന്നെ അത് ഡാർക്ക് ആയിട്ട്, പിന്നെ അത് ഇതായിട്ട്. ഇത് തന്നെയാണ് ഈ റെഡ് ആയിട്ട് പിന്നെ മാറുന്നത്. ആ കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. അത് വിരിഞ്ഞൊരു 4 ദിവസം കഴിയണം ആ കളറിൽ. ഈ ഒരു പൂവൊക്കെ നമുക്ക് വിരിഞ്ഞാൽ എത്ര ദിവസത്തേക്ക്? 2 മാസത്തോളം. 2 മാസത്തോളം നിൽക്കും. പിന്നെ നിക്കടേന്റെ ദിവസം എന്ന് പറയുന്നത് ചെടി എത്ര ഹെൽത്തി ആവണോ, ചെടിയിൽ എത്ര റൂട്ട്സ് ഉണ്ട്, അത് ഹെൽത്തി ആണോ, അതിനനുസരിച്ചൊക്കെ ഇരിക്കും. പിന്നെ ഒരുപാട് ഫെർട്ടിലൈസർ ഒക്കെ അതുമ്മ കൊണ്ടടിച്ചാൽ പെട്ടെന്ന് വാടും. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആയാല് അത് നിൽക്കണ സ്ഥലത്തിന്റെ നമ്മൾ കെയർ ചെയ്യണതിന്റെ അനുസരിച്ചിരിക്കും അതിന്റെ ഇത്. അങ്ങനെയൊക്കെ നോക്കിയാൽ 2 മാസം ഒരു കൊല പൂവ് നിൽക്കും. ഇത്
ചായോപ്രായ വൈറ്റ് എന്തോ ആണ്, എനിക്ക് മനസ്സിലായിട്ടില്ല. സൺസെറ്റ് അതിൽ ചെറിയ വയലറ്റ് ഡോട്ട് ഡോട്ട് ഉണ്ട്. ഡോട്ട് ഉണ്ട്. അതാണ് അതിന്റെ ആ ഭംഗി വരുന്നത്. അതൊരു പ്രാവിന്റെ ഷേപ്പ് പോലെ അത് ഭയങ്കര ഭംഗിയത്. അതും ഫ്രീക്വന്റ് ബ്ലൂമിങ് ആണ്. മൊക്കാർ അതൊക്കെ ഇപ്പൊ അത്യാവശ്യം കുറച്ച് സെയിലിനുണ്ട്, അധികമൊന്നുമില്ല. സ്റ്റോക്കൊക്കെ നമുക്ക് എങ്ങനെയാ ഇവിടെ വന്നു വാങ്ങലാണോ അതോ ഓൺലൈൻ സെയിൽ? ഓൺലൈൻ ഉണ്ട്, പക്ഷെ എനിക്ക് ഓൺലൈൻ ചെയ്യുന്നതിലും ഇഷ്ടം ഓരോ കസ്റ്റമർ നേരിട്ട് വന്ന് കണ്ട് ബോധ്യം. പിന്നെ കൊറിയറിൽ അവർ കളക്ട് ചെയ്യാൻ താമസിച്ചാൽ അതല്ല, അവരുടെ മനസ്സിലുള്ളതാവില്ല ചിലപ്പോ ഞാൻ അപ്പൊ അയക്കും, അയക്കാതിരിക്കണില്ല. പക്ഷെ കൂടുതൽ താല്പര്യം ഇവിടെ വന്ന് കണ്ട് പ്ലാന്റ് കണ്ട് ബോധിച്ചിട്ട് എടുക്കുന്നതാണ്. ഈ മഞ്ഞ ഇത് മൊക്കാറ തന്നെയാ, ജെൻഡാന എന്നാ കണ്ട പറയാ. അതും ഫ്രീക്വന്റ് ബ്ലൂമിങ്. അതെല്ലേ. ഇത് വേറൊരു പൂവാണല്ലോ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അത് ഈ തെങ്ങിന്റെ പൂക്കളെ പോലെ ലിറ്റിൽ ഫ്രാഗ്രന്റ് എന്ന് പറയുന്നത്. അത് അതെ. വേറെ കളർ നമുക്ക് വരണുണ്ടോ? ഇതിന്റെ വേറെ കളറിലില്ല, യെല്ലോ തന്നെ ഞാൻ കണ്ടു. തെങ്ങിൻ കൊല പോലെ അതന്നെ, തെങ്ങിന്റെ പൂക്കൾ ചെറുതായി അങ്ങനെ വരും. ഇത് അടിപൊളിയായിട്ട്. ഈ മഞ്ഞയാ, അപ്പുറത്തുള്ള മഞ്ഞ, അത് ആ കുഞ്ഞി മഞ്ഞ. ഇത് 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 അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഓറഞ്ചോ? ഇത് സുകുമാരൻ എന്ന് പറയും. സുകുമാരൻ എന്നാ തോന്നുന്നുണ്ട്. ഒക്കെ തായ്ലൻഡിൽ നിന്ന് വന്ന നെയിംസാ, എനിക്കറിയില്ല അത് കറക്റ്റ്. ഇതാണ് ഞാൻ ലിറ്റിൽ ഫ്രാഗ്രന്റ്. വൈറ്റ് ഗ്രീൻ എന്ന് പറയും. ടെറൈറ്റ് വാൻഡയിൽ വൈറ്റ് ഗ്രീൻ. പൂ കഴിഞ്ഞു, 3 മാസം കണ്ടായി അത് വിരിഞ്ഞു നിൽക്കുന്നു. ലാസ്റ്റ് സ്റ്റേജ് ആയി അത്. 3 മാസം. രണ്ടും അതന്നെ. റെഡ് ഒരു ആസ്കോസെന്റം ഫാമിലിയാ. ഭയങ്കര ഭംഗി അതിന്റെ ഉണ്ടാവണ, അതിന്റെ ബഞ്ചസ് നിക്കണാണ്. ഇത് അപ്പുറത്തിരിക്കുന്ന ഇത് ഒരേ ഇത് തന്നെയാണോ? അല്ലല്ല, ഇത് ഡോക്ടർ അനക്ക് ഓറഞ്ച് എന്ന് പറയും. ഡോക്ടർ അനക്ക് ഓറഞ്ച് അല്ല, ഇത് ഡോക്ടർ അനക്ക് ബ്രൗൺ. എനിക്കിപ്പോ എന്തോ പ്രായത്തിന്റെ അറിയില്ല, മറവി വരുന്നുണ്ട്. എപ്പോഴും പറഞ്ഞിരുന്നതായാലും ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോകും. ഈ മഞ്ഞ ഇത് ജിൻഡാന മൊക്കാറ, ഫ്രീക്വന്റ് ബ്ലൂമിങ്. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. വയലറ്റ് ഓർമ്മ. അത് ടെറൈറ്റ് വാൻഡ. ടെറൈറ്റ് വാൻഡയില് ലൈറ്റ് വയലറ്റ് ഒക്കെ പല പേര് അവര് ഒക്കെ പറയും. നമ്മള് എന്താ പറയാ. ഇതിന് പിന്നെ ഈ നനയൊക്കെ എങ്ങനെയാ വരണത്? നന ഇപ്പൊ എല്ലാം നന കഴിഞ്ഞു. നന ഞാനൊരു 3:30 ഇറങ്ങും. 3:30 ഇറങ്ങിയാലാണ് 7:30 ആകുമ്പോഴേക്കും നന കഴിയും. എല്ലാത്തിനും ദിവസവും നനയ്ക്കണം അല്ലേ? എല്ലാം നന്നായിട്ട്. ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, നന്നായിട്ട് നനയ്ക്കും. അല്ലെങ്കിൽ വാടി പോകൂലേ? വാടല്ല, ചെടിക്കൊക്കെ ക്ഷീണം പറ്റില്ലേ. ഇപ്പൊ നമ്മള് വെള്ളം കുടിക്കാതിരുന്ന അത്രയും ക്ഷീണം ഉണ്ടാവും. വളപ്രയോഗം ഞാൻ ആഴ്ചയിൽ 3 വളെങ്കിലും കൊടുക്കും. ഓർഗാനിക്കും കൊടുക്കും, NPK കൊടുക്കും. പിന്നെ വരുന്നത് ഫംഗസ് ആണ് പ്രശ്നം. 15 ദിവസം കൂടുമ്പോ ഫംഗിസൈഡ് അടിക്കും. അത് നിർബന്ധമായിട്ടും അടിച്ചിരിക്കണം. മഴയായാലും വെയിലായാലും. ഈ ഫംഗസ് വന്ന് പെട്ടിട്ടല്ല അടിക്കണ്ടേ, വരാതിരിക്കാനുള്ള പ്രിക്കോഷനാണ് ഈ 15 ദിവസം ചെയ്തോണ്ടിരിക്കുക. അല്ലാതെ ഇനിയിപ്പോ രോഗം വന്ന് കണ്ടിട്ട് അടിക്കല്ല ചെയ്യുന്നത്. അതൊരു 7-8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. നിൽക്കണതൊക്കെ. നമ്മുടെ യാത്ര തൃശ്ശൂർ വടക്കഞ്ചേരി അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ്. വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡുകൾ പരിപാലിക്കുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാനാണ് നമ്മൾ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം. ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മൾ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൊഗൈൻവില്ലേൻ്റെ. ഇത് രണ്ടാമത് നമ്മളിപ്പം ഗ്രൗണ്ട് ഓർക്കിഡ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം ഇത് എവിടെയാണ് സ്ഥലം, അതുപോലെ എത്ര ഇനം ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റി ഉണ്ട്, ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് ചിറ്റണ്ടയിലാണ്. ഇവിടെ 100-ലധികം ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റികളുണ്ട്. ഹൈബ്രിഡാണ് കൂടുതലുള്ളത്, നാടൻ വെറൈറ്റീസ് ഇല്ല. ഇതിലിപ്പോൾ ഒരു 65 കളറോളം ഇപ്പോൾ ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക്. അതെ അല്ലേ? എല്ലാ കളേഴ്സും ഒപ്പം വിരിയില്ല. ഓക്കെ. ഇതിപ്പം ശരിക്കും നമുക്ക് ബൊഗൈൻവില്ല എല്ലാം മഴക്കാലത്ത് പോയി പോകുമല്ലോ. അപ്പം മഴക്കാലത്ത് പൂ തരുന്ന ഒരു
ഇനമാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലേ? അതെ അതെ, ജൂൺ മാസം തൊട്ടിട്ട് പൂക്കാൻ തുടങ്ങും. ജൂൺ മാസം തൊട്ട് ഒരു ഡിസംബർ വരെ പൂക്കൾ ഉണ്ടാവും. പിന്നെ അതിന്റെ ഇടയിൽ ഉണ്ടാവും, പക്ഷെ ഇതുപോലെ സീസൺ ഇതാണല്ലേ? അതെ, സീസൺ ഇതാണ്. ഓക്കെ. സാധാരണ മഴക്കാലത്ത് ഒട്ടും ചെടികളില്ലാത്തപ്പോൾ മഴക്കാലത്ത് പൂക്കൾ കാണണമെങ്കിൽ ഗ്രൗണ്ട് ഓർക്കിഡ് വെക്കണം. ഗ്രൗണ്ട് ഓർക്കിഡ്സ് എല്ലാതും മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാ വെറൈറ്റികളൊന്ന് പരിചയപ്പെടുത്തി തരുമോ ചേച്ചി? ഓക്കെ. ഇത് യെല്ലോ റിംഗ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. യെല്ലോ റിംഗ്. ഇതിന്റെ ചെടി ഇങ്ങനെ ചെറുതാണ്, അധികം നീളം ഉണ്ടാവില്ല, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് റെയർ വെറൈറ്റി അല്ലേ? അതെ അതെ, യെല്ലോ റിംഗ് അല്ലേ? യെല്ലോ റിംഗ്. ഇതിന്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ടോ? ഉണ്ട്. ഹൈബ്രിഡിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ആ യെല്ലോയും പിങ്കും കളർ ചേഞ്ച് വരുന്നതാണോ? അത് ആദ്യം വിരിയുമ്പോൾ യെല്ലോ ആണോ? ഇല്ല, വിരിയുമ്പോ അങ്ങനെ തന്നെ വരും. പിന്നെ അത് കളർ കുറച്ച് പോകുമ്പോഴാണ് പിങ്കിലേക്ക് വരുന്നത്. അതെ അതെ, മെയിൻ കളർ അതിന്റെ യെല്ലോ തന്നെയാണ്. യെല്ലോയും പിങ്കും കൂടി മിക്സ് ആയിട്ട് വരുന്നത് അല്ലേ? ഇതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? യെല്ലോ പിങ്ക് ഫാൻസി. യെല്ലോ പിങ്ക് ഫാൻസി. ഐഡിയ എനിക്ക് അറിയില്ല. നല്ലൊരു പുതിയ വെറൈറ്റിയാണ്. അതെ, നല്ലൊരു കളറാണ്. വൈറ്റും എന്ന് പറയാൻ പറ്റില്ല, ഓഫ് വൈറ്റും പിങ്കും കൂടി ഷെയ്ഡ് ആയിട്ടുള്ളത്. അധികം എല്ലാവരുടെ കയ്യിലും ഇല്ലാത്തൊരു. അതെ അതെ. ഇത് ജൈന്റ് യെല്ലോ ക്ലൗഡ്. ചില വെറൈറ്റിക്കൊന്നും ഐഡിയ ഉണ്ടാവില്ല, നമ്മളെന്തെങ്കിലും ഐഡിയ ഇടണം. ചിലത് സീഡിന്ന് മുളച്ചുണ്ടാവാറുണ്ട്. പുതിയ വെറൈറ്റി ആയിട്ട് വരും. ഇത് നമ്മൾ നേരത്തെ കണ്ടത് യെല്ലോ പിങ്ക് റിംഗ് ആയിരുന്നു. യെല്ലോ റിംഗ് ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ. യെല്ലോ ഓറഞ്ച് റിംഗ്. ഇത് ഡ്രാഗൺ യെല്ലോ എന്ന് പറയും. ഡ്രാഗൺ യെല്ലോ. ഓരോന്നിനും ഓരോ ഐഡിയ ഉണ്ട്. ഇതിന്റെ പ്ലാന്റ് നല്ല വലുപ്പമുള്ള വലിയ പ്ലാന്റുകളാണ് വരിക. ഇത് ബിഗ് റെഡ് ഫാൻസി ഐറ്റംസ്. ഇത് നല്ല ലൈറ്റ് തെളിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ? അതെ അതെ, നല്ല കളറാണ്. ഇതും റയർ തന്നെയാണ്. ഇത് പീച്ച് ഫാൻസി. ഇത് മിനിയേച്ചർ യെല്ലോ. ചെറിയ ചെടിയാണ്, കണ്ട തീരെ ഭയങ്കര നേർത്ത ലീഫൊക്കെയാണ്. മിനിയേച്ചർ യെല്ലോ. ഇത് അതുപോലെ വൈറ്റ് റെഡ് ലിപ്പ്. വൈറ്റിന്റെ ഉള്ളിൽ റെഡ്. ഇതിന്റെ യെല്ലോയും ഉണ്ട്, പക്ഷെ യെല്ലോ ഇപ്പൊ നമുക്ക് ഫ്ലവർ ഇല്ല. അതും നല്ല ഭംഗിയാ കാണാൻ. ഒരു നല്ല പ്ലാന്റ്. അത് നല്ല റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. കൂടുതൽ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോവാറുണ്ട്. ഇത് അതുപോലെ ബ്രാഞ്ച് ആയിട്ട് വിരിയണ യെല്ലോ ആണ്. ഇതിന് ബ്രാഞ്ച് ഇതേപോലെ ഇങ്ങനെ സ്പൈക്കിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് വിരിയായി. അപ്പൊ ഇതിന് ബ്രാഞ്ചഡ് യെല്ലോ എന്ന് പറയുക. വേറെ ഐഡിയ ഉണ്ടാവും. ഇത് പിന്നെ പൂവൊക്കെ കൊഴിയാറായി. ഐസ് ബ്ലൂ ഒറിജിനൽ ലാസ്റ്റത്തെ പൂവാണ്. ഇത് പിടിക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ. നല്ല വില കൂടിയ. ഇതൊക്കെ ഇപ്പം പൂ എത്ര നാൾ നിൽക്കും ചേച്ചി? ഒരു സ്പൈക്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ പൂവ് ഒഴിയുമ്പോഴേക്കും ഇത്രയും മുട്ടകൾ ഇതിൽ നിൽക്കുന്നത് ഒരു 3 മാസമൊക്കെ നിൽക്കും. പിന്നെ ഈ സ്പൈഡർ അറ്റാക്കിന്റെ നല്ലൊരു ആക്രമണം ഉണ്ടാവും ഫ്ലവറും മുട്ടൊക്കെ വരുമ്പോ. അതിന് നമ്മൾ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം. നല്ല പരിപാലനം വേണം അല്ലേ? നല്ല പരിപാലനം വേണം. ബോഗൺവില്ലക്ക് ഇത്ര പരിപാലനം ഇല്ല. ഗ്രൗണ്ട് ഓർക്കിഡിന് നല്ല പരിപാലനം. ഇത് ഫാൻസി മിനിയേച്ചർ പ്ലാന്റ് ആണ്. വളരെ ചെറിയ പ്ലാന്റ് ആണ്. കണ്ടോ, ചെറുതിൽ തന്നെ പൂക്കൾ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സീറ്റ് പിങ്ക്. ഇതും പുതിയ വെറൈറ്റി തന്നെയാണ്. 2 വർഷമായി. ലൈറ്റ് പിങ്ക്, സീറ്റ് പിങ്ക് എന്ന ഐഡിയ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ പറയും സാൽമൺ ഡസ്റ്റ് എന്ന് പറയും. സാൽമൺ രാജാവ് എന്നൊക്കെ പറയും, കാരണം അത്രയും കോസ്റ്റ്ലി ഉള്ള പ്ലാന്റ്. ഇത് നല്ല ഭംഗിയുണ്ട്. എവിടെ വെച്ച് കഴിഞ്ഞാലും എടുത്തു നിൽക്കുന്നത്. ഡ്രാഗൺ യെല്ലോടെക്കാളും കുറച്ച് ഡാർക്കാണ്. ഇതിന്റെ ഓറഞ്ചും ഉണ്ട് ഇവിടെ, പക്ഷെ ഓറഞ്ചിൽ ഫ്ലവർ ഇല്ല. ഇത് അതുപോലെ പെയിൽ യെല്ലോ, ലൈറ്റ് യെല്ലോ. ഇതിന്റെ ഒക്കെ മൊട്ട് കണ്ടില്ലേ, വേറെ കളറാണ്. പക്ഷെ വിരിഞ്ഞ് കഴിയുമ്പോ യെല്ലോ. ഇത് അതുപോലെ റെഡ് കളറാണ് മുട്ട. ചിലവർക്ക് ഈ പ്ലാന്റ് കൊടുത്താല് ഫ്ലവർ മുട്ടാകുമ്പോഴേക്കും തുടങ്ങും. മോളെ കളറ് മാറിയിട്ട് തോന്നുന്നുണ്ട്. അതെ, പക്ഷെ വിരിഞ്ഞാലാണ് ഇങ്ങനെ കളർ. ഇത് അതുപോലെ സ്വീറ്റ് കാൻഡി എന്ന് പറയും.
നല്ല വെറൈറ്റി ആട്ടാ, നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി. ഓ ഇതിപ്പോ ഫസ്റ്റ് പൂവാണോ? അല്ല, അത് ഞാൻ പിരിച്ചു വെച്ചതാ. കൂടുതൽ തയ്യായ പൂക്കൾ ഉണ്ടാവില്ലേ. ഇത് അതുപോലെ പിങ്ക് കാൻഡി, അതിൻ്റെ തന്നെ പിങ്ക് കാൻഡി, നല്ല വെറൈറ്റി തന്നെ. ഇത് യെല്ലോ ഫയർ. ഇതിന്റെ റെഡ് ഫയർ ഒക്കെ ഉണ്ട്, അതിലൊന്നും ഫ്ലവർ ഇല്ല. ഇത് ജയന്റ് പിങ്ക് എന്ന് പറയും. ജയന്റ് പിങ്ക് ഇത് വേറൊരു വെറൈറ്റി. വേറെ വെറൈറ്റി, നല്ല നീളം. ഇത് അതുപോലെ ജയന്റ് യെല്ലോ സ്റ്റാർ. ഇതിനെ കണ്ട ഇങ്ങനെ നമ്മളൊരു മഷി കൊണ്ട് വരച്ച പോലെ ഇങ്ങനെ ബോർഡർ ആയിട്ട് നല്ല വലുപ്പമുള്ള പൂവാണ്. പിന്നെ നല്ല വലിയ സ്പൈക്കുമാണ് ഇതിന്റെ. ജയന്റ് യെല്ലോ സ്റ്റാർ. ജയന്റ് യെല്ലോ സ്റ്റാർ. സ്റ്റാർ പോലെ തന്നെ ഫ്ലവർ കണ്ടോ? ജയന്റ് യെല്ലോ സ്റ്റാർ. ഇത് ഐസ് ബ്ലൂ ഡ്യൂപ്ലിക്കേറ്റ്. നമ്മളവിടെ ഒറിജിനൽ കണ്ടില്ലേ, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. ഇതിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലേ? ഉണ്ട്. പക്ഷേ ഇതും ഭംഗിയുണ്ടല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ? ഉണ്ട്. ഇത് ലാവണ്ടർ മിസ്റ്റ്, ഒരു പ്രത്യേക ഫ്ലവർ. അത് കണ്ടില്ലേ, ഒരു ഇവിടെ ഇങ്ങനെ ശരിക്കും ഒരു പെയിന്റ് അടിച്ച പോലെയാണ് ഇവിടുത്തെ കളറുകൾ. ലാവണ്ടർ മിസ്റ്റ് നന്നായി ഫ്ലവർ ഉണ്ടാവും. ഇതെല്ലാം ഹൈബ്രിഡ് ആണ്. എല്ലാതും ഹൈബ്രിഡാ, നാടനില്ല. പിന്നെ കുറെ മൊട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട് ഉള്ളിലൊക്കെ പിരിയാനേ. ഇത് ഞാൻ തന്നെ ഇട്ട ഒരു ഐഡിയ ആണ്, സീറ്റ് മജന്ത. അപ്പോ മുളച്ചു വന്നതാണോ നമുക്ക്? അല്ല, ഇത് എനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയത്. അവർക്ക് ഐഡിയ അറിയില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു ഐഡിയ വേണ്ടേ, അപ്പൊ സ്വന്തമായിട്ട് ഇട്ട ഒരു ഐഡിയ ആണ് സീറ്റ് മജന്ത. ഇത് സീഡ് ഉണ്ട് കണ്ടാ, ജയന്റ് പിങ്ക് തന്നെയാണ് ഇത്. ഇത് സീഡാണ്. ഇതാണ് മറ്റേ ബോഗൺവില്ല, ഇതിന്റെ ഗ്രൗണ്ട് ഓർക്കിഡിന്റെ സീഡ് കാണുന്നത്. അത് മുളപ്പിച്ചിട്ട് തൈ ഉണ്ടാക്കാം. വേറെ കളർ കിട്ടും. ഇത് മെലോ യെല്ലോ. യെല്ലോയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും പ്ലാന്റിൽ അല്ലെങ്കിൽ ഫ്ലവറിൽ ഉണ്ടാവും. ഇത് അതുപോലെ പർപ്പിൾ ഡോട്ട്, ഇങ്ങനെ ഡോട്ടായിട്ട് പർപ്പിൾ ഡോട്ട്. ഇതിന് ഐഡിയ തന്നെ കേട്ടോ കറക്റ്റ് വന്ന്. ഇത് നമ്മുടെ ഓർക്കിഡിൽ പെട്ടതാണല്ലേ? ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലല്ലോ? അല്ലല്ല. ഇതിന്റെ പേര്, ഈ വെറൈറ്റിക്ക് പറയുന്ന പേരെന്താ? വാൻഡ വെറൈറ്റി ആണല്ലേ? ഇതെല്ലാം വാൻഡ ആണല്ലേ? വാൻഡാണ്. ഞാനിവിടെ കളക്ഷനിലേ കുറച്ച് പ്ലാന്റുകൾ വെക്കാറുണ്ട്. ഇത് റെഡ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് സെയിൽ ചെയ്ത ചെടി ഗ്രൗണ്ട് ഓർക്കിഡില്. റെഡാണിത്. എല്ലാവരും ആദ്യമായിട്ട് വാങ്ങിയൊരു പ്ലാന്റും റെഡാണ്. ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ എത്ര വർഷമായി നമ്മൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡിലെ? ഓർക്കിഡ് 3 വർഷം കഴിഞ്ഞു. അതില് വേറെ പൂവുണ്ടല്ലേ? ഉണ്ട്. നിറയെ പൂക്കൾ വരും ഇതില്, കുറെ ദിവസം നിൽക്കുകയും ചെയ്യും. ഇത് നമ്മളവിടെ കണ്ടില്ലേ ജയന്റ് പിങ്ക്, അതിന്റെ ജയന്റ് പർപ്പിൾ. പുതിയ വെറൈറ്റിയാ. നീളം കണ്ടില്ലേ? ഇതെല്ലാം തന്നെ നല്ല ഹൈറ്റില് പോകുന്നത് ജയന്റ് പർപ്പിൾ. ഇതും ജയന്റ് പിങ്ക് തന്നെ നമ്മളവിടെ കണ്ടില്ലേ, അതന്നെയാണ്. ഇത് ജയന്റ് യെല്ലോ, നല്ല നീളത്തിൽ പോകും സ്പൈക്ക്. ഇത് കണ്ടില്ലേ, ഇത്രയും നീളം പോയത്. പൂവ് വിരിയണം, അതിന്റെ തന്നെയാണ് ഇത് ജയന്റ് യെല്ലോ.